ചാടല്ലേ ചാടല്ലേ ചാടല്ലേ. അതിന് ആര് ചാടുന്നു? പിന്നെന്തിനാ ഇവിടെ വന്നേ? ഈ സ്ഥലം നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതേതാ സ്ഥലം? വാ പറഞ്ഞുതരാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലേ അമ്മൂട്ടി? ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാഗും സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ അമ്മൂട്ടി. ഇത് നമുക്ക് കഴിക്കാനുള്ള ചോറാണ്. ഞങ്ങൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ പുറത്തു നിന്നൊന്നും അധികം കഴിക്കാറൊന്നുമില്ല. എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പാക്ക് ചെയ്ത് ഫുൾ സെറ്റായിട്ടായിരിക്കും കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ വാമുടി, നമ്മുടെ നാട്ടില് അല്ല മുടി, നമ്മുടെ നാട്ടില് ശരിക്കും ഞാൻ കുറെ നേരമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. അതീ പറയില്ല, ഈ നമ്മുടെ നാട്ടില് പറയാ, ബാക്കി പറയും. നമ്മുടെ നാട്ടില് നമ്മൾ ഇതുവരെ എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുപോലൊരു സ്പോട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല കേട്ടോ. നല്ല രസം കേട്ടോ. അത് മാത്രല്ല, വയല് കാണിച്ചിട്ടുണ്ട്. വയലിന്റെ ഇടയ്ക്ക് ഒരു ഏർമാടം ഉണ്ട്. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. പൂക്കളൊക്കെ ഉണ്ട്, നീ ചവിട്ടല്ലേ. ഓ, പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യനെ നിങ്ങൾക്ക് ഇപ്പൊ കാണാം കേട്ടോ. നല്ല അടിപൊളി പൂ കേട്ടോ. പൂക്കൾ കാണിച്ചില്ല എന്ന് പറയരുത്, നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ കുറേ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പാടത്തിൻ്റെയൊക്കെ നടുക്കേ ഇതാ കണ്ടില്ലേ, ഒരു ഏറുമാടം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. കാരണം ഇത് ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ വൈകുന്നേരം വന്ന് സൊറ പറഞ്ഞിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. കാറ്റൊക്കെ കിട്ടി. അതെ അതെ, നമുക്കൊന്ന് കയറി നോക്കാം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക്. അമ്മൂട്ടി നടന്നോളൂ. ഒന്ന് അനങ്ങി നടക്കുക. നമ്മൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ മേയ്ക്കുക എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്. അനങ്ങി നീ എന്ത്, നീ പശുവല്ല, എരുമ. ഇത് കണ്ടോ, ഈ ഒരു പാടത്തിന്റെ നടുക്കാണ് കേട്ടോ ഈ ഒരു ഏറുമാടം സെറ്റാക്കിയേക്കുന്നത്. ഇതിന്റെ അടിയിൽ മറ്റേ പഴയ ടെലിഫോണിന്റെ ആ ഒരു തൂണും കൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. കാരണം വ്യൂ ഒക്കെ ആസ്വദിച്ച് കയറാൻ പറ്റും. അത് നമ്മളിവിടെ വന്നപ്പോഴത്തേനെ കുറച്ച് പയ്യന്മാരൊക്കെ ഇതിന്റെ അകത്തുണ്ടായിരുന്നേ. അവര് നമുക്ക് വേണ്ടിയിട്ട് മാറിത്തത്, ഞങ്ങൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. നിങ്ങളെടുത്തോ, നിങ്ങളെടുത്തോ, നിങ്ങൾ ആസ്വദിച്ചോളാൻ പറഞ്ഞു. അതെ. നമുക്കേ ഇതിന്റെ മുകളിലേക്കൊന്ന് കയറിയാലോ അമ്മൂട്ടി? ഫസ്റ്റ് ഞാൻ കയറുവാണേ. അമ്മൂട്ടി പേടിയുണ്ടോ? ഇത് കുറച്ചധികം ഉണ്ട് കേട്ടോ സ്റ്റെപ്പ്. കുറച്ച് പയ്യന്മാരൊക്കെ വരുന്നുണ്ടല്ലോ അതുവഴി. ഓക്കെ, നമുക്കൊന്ന് കയറി വെക്കാം ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവം. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ആട്ടോ. ബാ കയറി വാ. ഹലോ, ഒരു ഹായ് പറഞ്ഞേടാ. നീ എന്നോട് മൈൻഡ് ഇല്ലാതെ പോന്നെ. കയറുവോ? ഇവിടെ ആള് ഭയങ്കര തന്നെ കില്ലാടി. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. വൈകുന്നേരം വന്നിരിക്കാനോ കഥ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാടം. നല്ല രസം. നമുക്ക് ഇവിടുന്ന് നോക്കിയാലോ ആ ബ്യൂട്ടി കാണാം. റോട്ടിൽ കൂടെ എല്ലാം ആയി നോക്കാം. താഴേക്ക് വീഴാൻ പാടില്ല, കാരണം താഴേക്ക് നോക്കിയേ, താഴേക്ക് തോടാണ് കേട്ടോ. താഴെ പോയി കഴിഞ്ഞാൽ ക്യാമറയും പോയി, നമ്മളും പോവും. പിന്നെ അതുപോലെ തന്നെ മീനും കൊത്തിക്കൊണ്ട് പോകും. മീൻ വലിയ മീനല്ല, കുഞ്ഞു മീൻ. ഇവിടെ നിന്നിട്ടുള്ളൊരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അങ്ങ് അവിടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടി പോകുന്നതൊക്കെ ഇവിടെ ഇരുന്ന് കാണാം, ആൾക്കാർ പോകുന്ന കാണാം. വായി നോക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ, കാരണം അത്രയും വ്യൂ കിട്ടത്തില്ല. കാരണം ഇവിടുന്ന് കുറച്ചധികം ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കാം, സൊറ പറഞ്ഞിരിക്കാം. നമുക്കേ ഇങ്ങനെ ഈ ഒരു ഏർമാടത്ത് ഇങ്ങനെ കാര്യം നീട്ടിയിരിക്കുമ്പോഴത്തേന് എനിക്ക് തിളക്കം സിനിമയ്ക്കകത്തൊരു പാട്ടുണ്ട്, എനിക്ക് അതെല്ലാം ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ഇറങ്ങിയാലോ? ഗൈസ്, ഇവളെ ഇറങ്ങുന്നില്ല. നമുക്ക് ഇറങ്ങണം കേട്ടോ. കാരണം നമുക്ക് ഇനിയും കുറച്ചധികം സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ സമയം തന്നെ ഏകദേശം 12 ആയിട്ടുണ്ട്. നമ്മുടെ ഇന്ന് ഈ സമയത്ത് വ്ളോഗ് എടുക്കുമ്പോഴത്തേന് പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി, അങ്ങനെ കയറി കണ്ടതാട്ടോ. കണ്ടില്ലേ, നല്ല രസമുണ്ട്. അടിപൊളി. ഞാനെന്നാ പിന്നെ ആദ്യം താഴെ ഇറങ്ങിയിട്ട് വേണം അമ്മൂന് നമുക്ക് താഴോട്ട് ഇറക്കണമല്ലോ. അപ്പം ഞാൻ ആദ്യം പോയി ഒന്ന് ഇറങ്ങട്ടെ. ഓക്കെ, ഇത് ഏകദേശം 1 2 3 4 5 6 പടിയോളം ഉണ്ട് കേട്ടോ. ടീച്ചർ അവിടെ നിന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. എനിക്ക് ഇവിടെ നിന്നൊന്നും പറയാനില്ല, നീ ഇപ്പം ഇറങ്ങിയാൽ മതി. അതാണ് സന്തോഷം. ഇവർക്ക് ഇറങ്ങണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല എൻ്റെ പൊന്നു മക്കളെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറക്കുക. അതാണ് വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ടാസ്ക്. ഹലോ, ഇറങ്ങോ ഇങ്ങോട്ട്. അല്ലെ ഇവിടെ വലിച്ചിറക്കേണ്ടി വരും. എന്താ താഴെ മീനുകളൊക്കെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയ്ക്കകത്ത് ഒരാൾ വെള്ളം അടിച്ചിട്ട് മോളിൽ കയറത്തില്ല, ബൈജു. അപ്പം ഇറക്കാൻ വേണ്ടി ഫയർഫോഴ്സിനെയൊക്കെ കൊണ്ടുവരത്തില്ല, അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ ഇപ്പം അമ്മുവിൻ്റെ അവസ്ഥ. ഇറങ്ങി വാ, പിടിച്ചിറങ്ങ്. കമോൺ പോരെ.
ശരി തന്നെ, നോക്കി ഇറങ്ങിയാൽ മതി. പോരട്ടെ ചവിട്ടി ഇറങ്ങ്. കറക്റ്റ് ഇറങ്ങ എൻ്റെ അമ്മൂട്ടി. നീ നോക്കി ഇറങ്ങിക്ക്, ഇവിടെ ഇറങ്ങുന്ന നോക്കി. ഇത് ഉന്തിട്ട് വീഴും. വാ പിടി. ഓക്കെ നെക്സ്റ്റ്. ഇല്ല, അവസാനം എല്ലാവരും പറയും ഇവൻ ഇവിടെ കഷ്ടപ്പെടുത്തിക്കുകയാണല്ലോ എന്ന്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. ഞാൻ മനസ്സിലാക്കണം. ഓ സന്തോഷം. ഉണ്ണിക്കാൽ വളരെ എന്നാണ് ഉണ്ണിക്കാൽ വളരെ എന്നാണ് തത്വം. അത് നീ മനസ്സിലാക്കണം. ഉണ്ണിക്കാൽ വളരെ ചെറുതാണ്. അതിന് നിനക്ക് ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നില്ലേ? വളർത്തണം. ഓക്കെ. അങ്ങനെ നമ്മൾ ഏറുമാടത്തിൽ കയറി. ഇവിടെ ഈ ഒരു പാടത്തിൽ ഒരു ചേച്ചി മാത്രം ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാറ് നട്ടിട്ടുണ്ട്. ബാക്കി സംഭവമൊന്നും ആയിട്ടൊന്നുമില്ല. ഞങ്ങളിതാ പതിയെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകം എന്താ പറയുക, വൈകുന്നേരം അല്ല അമ്മൂട്ടി, വൈകുന്നേരം ആകുമ്പോഴത്തേന് വന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് അല്ലേ? നല്ല രസമുണ്ട്. ആ ചേച്ചി നമ്മളിതുവരെ വരുന്നത് കണ്ടിട്ടൊന്നുമില്ല. അയ്യോ, ഞങ്ങളത് ക്യാൻസലാക്കി കേട്ടോ. ചേച്ചി ഞങ്ങളെ അങ്ങ് വരെ ആ ചേച്ചീനെ കാണാൻ വേണ്ടിട്ടോ. ചേച്ചി വിളിച്ചിട്ട് പോലും കേൾക്കുന്നു. ചേച്ചി ഒരു ഹായ് പറയോ വീഡിയോയിൽ? ഇങ്ങനെ കൈ നോക്ക്. ശരി ബായ്. ഒറ്റയ്ക്കേ ഉള്ളോ? വേറെ ആരും ഇല്ലേ? ചേച്ചിക്ക് ഇങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും ഒരു രക്ഷയില്ല. കാരണം ഫുൾ വെള്ളമാണ് കേട്ടോ. വേനൽക്കാലമായിട്ടും ഇത്രയും ചേറും ചെടി കണ്ടത്തിൽ നിറച്ച് വെള്ളമാണ് കൈ. അപ്പം നമ്മൾ കയറുകയാണ് കേട്ടോ. ഇവിടെ നല്ല കാറ്റാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. അടിപൊളി. അതാണ് ശാന്തമായ പ്രദേശം. വി ആർ ലൈക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാഷണൽ ഹൈവേയുടെ പണിയൊക്കെ ഈ ഏരിയയിൽ, അതായത് കാഞ്ഞങ്ങാട് നിന്നും കണ്ണൂർക്ക് പോകുന്ന ഏരിയയിലൊക്കെ കുറച്ച് ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇവിടെ പണി ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നൈറ്റാന്ന് തോന്നുന്നു അല്ലേ പണി. പക്ഷെ എന്നെ മാറ്റം വന്നു കേട്ടോ. കുറച്ച് നാള് കൊണ്ട് മാറിയിരിക്കുന്നത് അല്ലേ? കംപ്ലീറ്റ് സ്ഥലമേ മാറിപ്പോയി കേട്ടോ. കുറെ നാളിന് ശേഷം വരുന്നവർക്ക് ചിലപ്പോൾ ഇത് തിരിയില്ല. ഏതുവഴി പോകണം, എങ്ങനെ പോകണമെന്ന് ഒരു ഐഡിയ കിട്ടത്തില്ല കേട്ടോ. ഫുള്ള് മാറിപ്പോയി. അതേപോലെ മാറിപ്പോയി, കംപ്ലീറ്റ് ഒരു ചേഞ്ച് ആയിപ്പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പണി പൂർത്തിയായ സ്ഥലത്തൊക്കെ എന്തുമായിരിക്കും അല്ലേ? അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷെ ഇതുണ്ടോ, ഓരോ പണിക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് ചേർത്തിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഒക്കെ പോക്ക് ഇച്ചിരി കൂടിയിട്ടുണ്ടല്ലേ? അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് ടൗണിൽ നിന്നും ഒരു കുഞ്ഞു ഗ്രാമത്തിലേക്ക് കയറി കേട്ടോ. ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡായിട്ട് നല്ല തെങ്ങും തോട്ടൊക്കെ ആയിട്ട് ഒരു നെസ്റ്റാൾജിയ തരുന്ന ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡും മറ്റേ പോസ്റ്റ് കൊണ്ട് വെച്ച് വെക്കുന്ന ഒരു ഇരിപ്പിടവും ഒക്കെ ആയിട്ടൊരു സ്ഥലം. നമ്മൾ ഇങ്ങോട്ട് കയറുകയാണ്. സംഭവം ഉണ്ട്, കാണിച്ചു തരാം അല്ലേ? കയറാം. പിന്നെ 2 പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തെങ്ങിൻ തോപ്പിലായതുകൊണ്ട് നല്ല പുല്ലൊക്കെ കിട്ടുന്നുണ്ട്. ഒന്ന് വിളിച്ചേ അമ്മണി നാരായണി. അവര് തിരിഞ്ഞു കൂടി നോക്കുന്നില്ല ഗൈസ്. അതല്ല കേട്ടോ പേര്. അപ്പൊ പോയേക്കാം, സ്റ്റാൻഡ് വിട്ടേക്കാം. അങ്ങനെ നെൽപ്പാടങ്ങൾ കഴിഞ്ഞ് തെങ്ങും തോപ്പുകൾ കഴിഞ്ഞ് ഗ്രാമങ്ങൾ കഴിഞ്ഞ് അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അതെ അതായത് നമ്മുടെ കാഞ്ഞങ്ങാടിൽ അധികം ഒരുപാട് പേർക്കൊന്നും അറിയാത്ത കാഞ്ഞങ്ങാടിലും കാസർഗോഡിലും ഒരു ഹിഡൻ ആയിട്ടുള്ള എന്നാൽ കാണാൻ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് ഞാനും അമ്മു ഇന്ന് വന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ കാഞ്ഞങ്ങാട്, അതായത് കാഞ്ഞങ്ങാടിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഈ സ്പോട്ടിലെത്താൻ കുറച്ച് പാട് കിട്ടും കേട്ടോ. ഒന്നാമത് നാഷണൽ ഹൈവേ പണിയുന്ന കൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. അത് മെയിൻ ആയിട്ട് ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനോട് ചോദിക്കാൻ പറ്റുന്നില്ല, വഴി ചോദിക്കാൻ ആൾക്കാരില്ല. ഒന്നാമത്തെ ഭയങ്കര ചൂടുമല്ലേ? അതെ, ഈ വെയിലായതുകൊണ്ട് ആരും ടൗണുകളിലില്ല. പിന്നെ ഈ വണ്ടിയുടെ തിരക്കായതുകൊണ്ട് ഒരു മനുഷ്യനെ കാണുന്നുമില്ല. അതെ. പിന്നെ നിങ്ങൾ പറയും നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് വെച്ച് വന്നൂടെ. ഞാൻ വന്നിട്ട് ഞങ്ങൾ തെറ്റിപ്പോയി. കംപ്ലീറ്റ് കഥ മുതാവുകയായി. അവസാനം ചോദിച്ച് കറക്റ്റ് നമ്മൾ കാഞ്ഞങ്ങാടിൽ ഇത് അധികം ആരും വിസിറ്റ് ചെയ്യാത്ത എന്നാൽ ഏറ്റവും നല്ല കിടിലനായിട്ടുള്ള ഒരു തൂക്കുപാലത്തിലേക്കാണ് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു തൂക്കുപാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 20 വർഷം പഴക്കമുള്ള ഒരു തൂക്കുപാലമാണ്. അതുകൊണ്ട് തന്നെ തൂക്കുപാലം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വഴിയില്ലേ, ഈ ഒരു വഴി എൻഡ് വന്ന് നിൽക്കുന്നത് ഈ ഒരു തൂക്കുപാലത്തിലാണ്. ഈ ഒരു തൂക്കുപാലത്തിൽ കയറി കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ഗ്രാമത്തിലേക്ക്, ഒരു നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി തൂക്കുപാലത്തിലേക്ക് ഞാനും അമ്മും കയറാൻ വേണ്ടി പോവാണേ.
ഓ ഇതാണ് ഞങ്ങൾ ഇത്ര നേരം തപ്പിപ്പിടിച്ച് ഈ ഒരു വ്ളോഗിൽ നിങ്ങളെ അവസാനമായിട്ട് കൊണ്ടുവന്ന സ്ഥലം. ഈവനിങ്ങിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറയുക, നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു വൈബ് ഈവനിങ്ങിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുക. എൻജോയ് മീൻസ് അല്ല, റിലാക്സ് ചെയ്യാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ കൊച്ചു കുട്ടികളെ കൊണ്ട് വരുമ്പോഴത്തേന് ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ കേട്ടോ. ഓ അമ്മൂട്ടിക്ക് ഭയങ്കര കാഴ്ചയാണ് കേട്ടോ. എന്താ ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങൾ എത്ര നേരം ഇനി ഇവളുടെ മുഖം നമുക്ക് മാറ്റാം. ഇനി ഗോ ടു വിഷ്വൽ. ഇത്ര നേരം നിങ്ങൾ ഞങ്ങളല്ലേ കണ്ടത്. ഈ പുഴയുടെ നടുക്കൊരു തുരുത്തുണ്ട് കേട്ടോ, തുരുത്ത് പോലെ സെറ്റപ്പ്, നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പുറത്തെ തെങ്ങിൻ തോപ്പാണ്. പറയാൻ മറന്നുപോയി അമ്മൂട്ടി, നമ്മൾ ഈ ഒരു തൂക്കുപാലത്തിൽ കയറിയിട്ട് ആദ്യം ഈ ഒരു തൂക്കുപാലത്തിന്റെ പേരായിരുന്നു കേട്ടോ പറയേണ്ടത്, അതായിരുന്നു മറന്നുപോയത്. ഈ ഒരു തൂക്കുപാലത്തിന്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിയോട്ട് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്കോട് പുഴയാണ് കേട്ടോ, അതിന്റെ കുറുകെയാണ് ഈ ഒരു തൂക്കുപാലം ഉള്ളത് കേട്ടോ. ഏകദേശം നമ്മൾ ഈ ഒരു തൂക്കുപാലത്തിലേക്ക് കയറിയിട്ട് ഇപ്പം ഏകദേശം നടുക്ക് എത്താറായി. ഈ ഒരു തൂക്കുപാലത്തിന്റെ നീളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 180 മീറ്ററോളം ഉണ്ട് കേട്ടോ. ഈ ഒരു തൂക്കുപാലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് വണ്ടിയൊന്നും കയറത്തില്ല കേട്ടോ, പക്ഷെ സൈക്കിളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ചേട്ടന്മാരൊക്കെ സൈക്കിളിലൊക്കെ വരുന്നുണ്ട്. ചേട്ടാ നമസ്കാരം. ചേട്ടൻ ചെറുപ്പത്തിൽ ഈ ഒരു സംഭവം ഇല്ലായിരുന്നല്ലോ? ഇല്ല, ചെറുപ്പത്തില്ല. തോണി ഉണ്ടായിരുന്നു. തോണിക്കായിരുന്നു പോയിക്കൊണ്ടുണ്ടായിരുന്നത്. തോണിക്ക് പോയിട്ട് വരുന്നു. ഓക്കെ, ഓടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല, തള്ളിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഓടിച്ച് പോവാ, കുഴപ്പമില്ല. എന്ന് പറഞ്ഞാല് നമുക്ക് മീരെ വരുമല്ലോ കയറിയിരുന്നാല്, ധൈര്യം വരാതുകൊണ്ട് ഓടിച്ചിങ്ങനെ. ആ ചേട്ടനെ ഇവിടെ ഒരു അമ്പലത്തിൽ ഇന്ന് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അതുപോലെ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തോ ഉത്സവം അങ്ങനെ എന്തോ കാര്യമോ ചേട്ടന് പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ എനിക്ക് ഇതിൻ്റെ അകത്തൂടെ മുകളിലൂടെ സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തന്നെയാണ് കേട്ടോ. ഒന്ന് സൈക്കിൾ ഓടിച്ച് നോക്കട്ടെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ, പക്ഷേ ആദ്യമായിട്ടായതുകൊണ്ട് ഒരു പേടി. സംഭവം അമ്മൂട്ടി, ഞാൻ ഇത് ഓടിച്ചോണ്ട് പോയപ്പോൾ നിനക്ക് പേടി വന്നിട്ടുണ്ടായതോ? കണ്ടിരിക്കുന്ന ഇവൻ എന്നാ മണ്ടത്തര കാണിക്കുന്നത് നിങ്ങൾ വിചാരിച്ചില്ലേ? സംഭവം അറിയോ, നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഈ വലിയ സൈക്കിൾ ഉണ്ടല്ലോ, അത് ഓടിക്കുമ്പോഴത്തേനും നമുക്കൊരു പേടി വരും. അപ്പോൾ ഇത് ആ ചേട്ടൻ കുറച്ച് ഹൈറ്റും കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുമ്പോഴത്തേനും നമുക്കൊരു സീനാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലായില്ലേ ഇത് നിസ്സാരമല്ല. ഞാനിപ്പോൾ ഇവിടെ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. ഇനി ഇവിടെ വരുന്നവരാരും ഇതിൻ്റെ മുകളിലൂടെ വണ്ടിയൊന്നും ഓടിക്കരുത് കേട്ടോ. ഞാൻ എന്തോ ഇതിൻ്റെ തൊട്ടപ്പുറം, അതായത് ഈ പുഴയുടെ നടുക്കല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തു നിന്നാണ് കേട്ടോ ഞാൻ സൈക്കിൾ ഓടിച്ചത്. ജസ്റ്റ് എത്ര വലിയ ഡ്രൈവർമാരാണെങ്കിലും പിന്നെ ഇതിന്റെ തൂക്കുപാലത്തിന്റെ മേളിൽ കൂടെ പോകുമ്പോൾ അത്ര എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഓടിക്കാൻ പറ്റൂ. അതെ, അത്ര എക്സ്പീരിയൻസ് സൈക്കിൾ ഓടിക്കുന്ന ഞാൻ വരെ ഇവിടെ തിത്തിത്താറ കളിച്ചു. അപ്പൊ അതുകൊണ്ട് ഒരു നമുക്കൊരു ഡൗട്ട് വരും. പക്ഷെ ഓടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, ഇതുപോലെ ഇഷ്ടംപോലെ തൂക്കുപാലത്തിന്റെ മുകളിലുള്ള സൈക്കിളൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ സ്ഥിരം പോകുന്നവർക്ക് അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അല്ലാത്തവരൊക്കെ വന്നിട്ട് ഇതുവഴി വന്നിട്ട് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് ഓടിക്കരുത് കേട്ടോ. ചിലപ്പോൾ പഴക്കം ചെന്നതിൻ്റെ ഒരു ബലക്ഷയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തൂക്കുപാലത്തിലൂടെയൊക്കെ നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഏറ്റവും നല്ലൊരു അനുഭവം ഉണ്ടാക്കുന്ന സംഭവമാണ്. ഞാൻ തള്ളല്ല, കാര്യം എന്താ, തൂക്കുപാലത്തിൽ തന്നെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ ആ തൂക്കുപാലത്തിൽ കയറുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമായിരുന്നു. അതൊരുപാട് പഴക്കം ചെന്നൊരു തൂക്കുപാലായിരുന്നു. ഇവിടെ കയറി പൊട്ടി കയറിയൊന്നും ഇല്ലായിരുന്നു. അതിന്റെ ആട്ടം കാണുമ്പോൾ എനിക്ക് പേടി. അത് മാത്രമല്ല, നമുക്ക് താഴോട്ട് ശരിക്കും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാല് മീനുകൾ പൊങ്ങുന്ന ആട്ടം കാണാം. അതെ അതെ അതെ, അത് സംഭവം വേറൊരു സംഭവം കേട്ടോ. നമ്മളിവിടെ വന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുവാണെങ്കിൽ മീനുകളെയൊക്കെ നമുക്കിങ്ങനെ ജസ്റ്റ് കാണാൻ കേട്ടോ. കാഞ്ഞങ്ങാടിൽ പിന്നെ കാസർഗോഡിൽ അധികം ആൾക്കാർ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ വരാൻ ഇതുവരെ വരാത്ത ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ. ആ ബാക്കിൽ ആരോ വരുന്നുണ്ടല്ലോ, പോയോ? ഹൈ ബ്രോ, പോവല്ലേ? എന്താണ് പേരെന്താണ്? നമ്മൾ വ്ളോഗാണ് കേട്ടോ. ഇവിടെ വാ. പറ പേര്. ജിഷ്ണു. ഇവിടെ തന്നെയാണോ സ്ഥലം? ഇവിടെ തന്നെയാണോ? അയങ്ങോത്ത്. എന്തോ ഇങ്ങോട്ട് എവിടെ പോവാ? അതെയോ? ഇത് ഇങ്ങോട്ട് വന്നിട്ട് ആരെങ്കിലും ഫോട്ടോഷൂട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടോ? ആൽബത്തിനൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ നിങ്ങൾ വണ്ടിയൊക്കെ കയറ്റി പോകാറൊക്കെ? അതെയോ? ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. തീർച്ചയായിട്ടും നല്ല ഭാഗമുണ്ട് കേട്ടോ. നമ്മള്
ഇവിടെ കാണാത്ത ടൈപ്പ് മീനൊക്കെ കണ്ടു കേട്ടോ. അത് ശരിക്കും പറഞ്ഞിട്ട് നമ്മൾ ഈ ആലപ്പുഴയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേന് കിട്ടുന്നൊരു വൈബില്ലേ, ആ ഒരു വൈബ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടും കേട്ടോ. ഞങ്ങളിപ്പോ ഇവിടെ കുറേ നേരമായി കേട്ടോ സ്പെൻഡ് ചെയ്യുന്നത്. അതെ അതെ അതെ, ഇവിടുന്ന് പോകാനേ മനസ്സ് വരുന്നില്ല. ശരി ശരി. ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡും ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. കാരണം കഴിഞ്ഞിട്ട് കുറേ നേരം ഇരുന്നു. ഇവിടുത്തെ ഒരു കാറ്റുണ്ട്, ആ കാറ്റ് നല്ലൊരു പ്രത്യേക സുഖമാണ്. അതെ അതെ, ശരിക്കും പറഞ്ഞിട്ട് ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ വളരെ ശാന്തമായിട്ടൊരു സ്ഥലവും കൂടെയാണ്, ആരും ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. നമുക്ക് വളരെ ശാന്തമായിട്ട് ഇത് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കാഞ്ഞങ്ങാട് നിന്ന് പടനക്കാട് വരുന്ന റൂട്ടിലേക്ക് വരിക. അതായത് കാസർഗോഡിൽ അറിയാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട്, കാഞ്ഞങ്ങാട് നിന്ന് പടനക്കാട് വരുന്ന നാഷണൽ ഹൈവേ റൂട്ട് വരെ വരുമ്പോഴത്തേന് കുറച്ച്, അതായത് പടനക്കാട് ബ്രിഡ്ജിൽ കുറച്ച് നടുക്കാകുമ്പോഴത്തേനും അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നാഷണൽ ഹൈവേ ഇപ്പോൾ പണി നടക്കുന്നുണ്ട്. അപ്പോൾ 4 ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും പെരിയോട്ട് ഹാങ്ങിങ് ബ്രിഡ്ജ്. അതെ, ആരും വരാത്തോണ്ട് അധികം മലിനാകാത്തൊരു പ്ലേസ്. അത് കാര്യം കേട്ടോ. അതായത് വേറെ ഒരുപാട് ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറയാ, വലിയ മാലിന്യമായിട്ടൊന്നുമില്ല. ഇനിയിപ്പം എങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ വന്നിട്ട് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലായിരിക്കില്ല. അമ്മുവിനും നിങ്ങൾ വരുന്നവർ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ ആയിരിക്കുമല്ലോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും നമ്മുടെ നാട്ടിലെ കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അല്ലേ. നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ തന്നെ ഉണ്ടാവുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ ബൈ.